ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ തിരുവോണ ആശംസകൾ. എല്ലാവർക്കും നല്ല ആരോഗ്യവും സന്തോഷവും സമാധാനവും സൗഭാഗ്യവും ദീർഘായുസ്സും കിട്ടാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിഷ്ണു ശാലിനി റിവ്യൂവിലോട്ട് പോകാം. ചന്ദ്രബോസ് ശാരദാമ്മയോട് പറയുന്നു, നിങ്ങൾ എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും എൻ്റെ പേന ചലിക്കുന്നത് അവൻ്റെ സർവനാശം കാണാൻ വേണ്ടിയായിരിക്കും. പിന്നെ ചന്ദ്രബോസിൻ്റെ കയ്യിലിരിക്കുമല്ലേ വിഷ്ണുവിൻ്റെ സർവനാശത്തിൻ്റെ താക്കോല്. വിഷ്ണുവിനെ നെഞ്ചിൽ കൊണ്ട് നടക്കുന്ന ശാലിനി അതിന് സമ്മതിക്കുമോ? അങ്ങനെ ചന്ദ്രബോസ് ശാരദാമ്മയുടെ വീരവാദമൊക്കെ മുഴക്കിക്കൊണ്ട് ചന്ദ്രബോസും പോലീസുകാരും എല്ലാം വിഷ്ണുവിനെയും കൊണ്ട് പോകുന്നുണ്ട്. ചന്ദ്രബോസ് ഈ പറയുന്നതൊന്നും ശാരദാമ്മയ്ക്ക് അത്രയ്ക്കൊന്നും അങ്ങോട്ട് കേൾക്കുന്നില്ല. ശാരദാമ്മയുടെ മനസ്സ് മുഴുക്കെ അകത്ത് നസീർ മരിച്ചു കിടക്കുന്നതാണ്. ഇപ്പോൾ ഈ ചന്ദ്രബോസ് അഥവാ അകത്തോട്ട് കയറിക്കഴിഞ്ഞാൽ ഗോപാലേട്ടനെ ഇപ്പോൾ കയ്യോടെ പിടിക്കുമല്ലോ. ഈ കടലിനും ചെകുത്താനും നടുക്ക് നിൽക്കുന്നെന്ന് പറയുന്നല്ലോ, അതുപോലെയാണ് ശാരദാമ്മയുടെ അവസ്ഥ. കൺമുന്നിൽ മരുമകനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. വീടിനകത്താണെങ്കിലോ ഭർത്താവ് ഒരു കൊലക്കുറ്റത്തിന് ഉത്തരവാദിയായിട്ട് നിൽക്കുന്നു എന്നുള്ളയൊക്കെ ചിന്തയിലാണ് നമ്മുടെ ശാരദാമ്മ ഇങ്ങനെ നിൽക്കുന്നത്. പോലീസുകാർ വിഷ്ണുവിനെ അങ്ങോട്ട് കൊണ്ടുപോലും ശാരദാമ്മ അകത്തോട്ട് ഓടിപ്പോവാണ്. അകത്തോട്ട് ഓടിച്ചെന്ന് നോക്കുമ്പോൾ നസീർ മരിച്ചു കിടന്നിടത്ത് നസീറിനെ കാണുന്നില്ല. എന്നാൽ അവിടെയൊക്കെ നിറച്ച് രക്തമുണ്ട്. ഗോപാലേട്ടാന്ന് വിളിച്ച് നോക്കിയിട്ട് ഗോപാലേട്ടനെ അവിടോട്ട് കാണുന്നതുമില്ല. ഈ സമയത്ത് വിഷ്ണു ആ പോലീസ് ജീപ്പിൽ നിന്ന് എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇവരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടണം എന്നാണോ എന്നറിയില്ല. ശാരദാമ്മയാണെ വീടിനകത്തും വീടിന് പുറത്തുമെല്ലാം ഗോപാലേട്ടനെ അന്വേഷിക്കുക. പക്ഷേ അവിടെങ്ങും ഗോപാലേട്ടനെയും കാണുന്നില്ല, നസീറിൻ്റെ ഡെഡ് ബോഡിയും ഇല്ല. ഈ സമയത്ത് നമ്മുടെ രാഘവേട്ടൻ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് വന്നിരിക്കുവാണ് ഭക്ഷണം കഴിക്കാനായിട്ട്. നല്ല കൊതിപ്പിക്കുന്ന മണമാണല്ലോ, എന്തോ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ കൊതി ഊറിക്കൊണ്ട് അകത്തോട്ട് എത്തി നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് വലിയ സന്തോഷത്തോടെ നമ്മുടെ സത്യാമ്മ 2 പാത്രത്തിലോട്ട് എന്തോ കഴിക്കാനായിട്ട് കൊണ്ടുവന്ന് രാഘവേട്ടൻ്റെ മുന്നിലോട്ട് വെക്കുന്നുണ്ട്. രാഘവേട്ടനോട് പറയുന്നു, രാഘവേട്ട ഇത് 2 സൈസ് ദോശയുണ്ട്, ഇത് കഴിച്ചിട്ട് ഏതാ നല്ലതെന്ന് പറയണം. രാഘവേട്ടൻ ആദ്യം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ദോശയും ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കുന്നു. മുഖത്ത് എന്നിട്ട് വലിയ എക്സ്പ്രഷനൊന്നുമില്ല, കാരണം അതെന്നും കഴിക്കുന്ന സാധാരണ ദോശയാണല്ലോ. പിന്നീട് അടുത്തതൊന്ന് കഴിച്ചു നോക്കാം എന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്നൊരു ശകലം പിച്ച് ചമ്മന്തിയൊക്കെ ഇട്ട് തൊട്ട് വായിലോട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് രാഘവേട്ടൻ്റെ മുഖത്തൊരു സന്തോഷവും ഒരു ചിരി. ഇത് കൊള്ളാമല്ലോ ഫാമേ, നല്ല സോഫ്റ്റും നല്ല മണവും ഒക്കെ ഉണ്ടല്ലോ. ഇതിനകത്ത് നീ എന്തോ ചേർത്തത്, നെയ്യാണോ? അല്ല രാഘവേട്ട, അന്നാ നീ എന്തോ സ്പെഷ്യൽ ഇത് ചേർത്തിട്ടുണ്ട്. രാഘവേട്ടൻ ഇഷ്ടപ്പെട്ടോ? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്നാലേ ഇത് ഞാൻ കുറച്ച് ഓട്സ് കൊണ്ടുണ്ടാക്കിയ ദോശയാണ്. ഓട്സ് കൊണ്ട് ദോശയോ? അങ്ങനെ സത്യാമ്മയും രാഘവേട്ടനും ചേർന്ന് ക്യൂക്കർ ഓട്സിൻ്റെ പരസ്യമാണെന്ന് തോന്നുന്നു. അത് നല്ല ഭംഗിയായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ വിഷ്ണുവിനെ അങ്ങനെ ചന്ദ്രബോസ് കൊണ്ട് ജയിലറയ്ക്കുള്ളിലാക്കി കഴിഞ്ഞു. വിഷ്ണു എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് വിഷ്ണുവിൻ്റെ കയ്യിൽ കിടന്ന വള ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ചന്ദ്രബോസും കുറച്ച് പോലീസുകാരോട് അങ്ങോട്ട് വന്നിട്ട് വിഷ്ണുവിനെ അന്ന് ചൊറിയണമല്ലോ, അവന് ചുമ്മാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്തൊടുക്കുവാടാ, ഇത്ര നേരത്തെ നീ അങ്ങ് ഉറങ്ങിയോ? അങ്ങനെ ഉറങ്ങാനേ, ഇതെന്താ നിൻ്റെ അച്ചി വീടാണോ? പെട്ടെന്ന് വിഷ്ണു ആ വള അവൻ്റെ കയ്യിലോട്ടിട്ടിട്ട് എത്തിയോ? ഞാൻ ഓർക്കുമായിരുന്നു, എന്താ കണ്ടില്ലല്ലോ എന്ന്. വിഷ്ണുവിനാണെങ്കിൽ ഒരു പേടിയും കൂസലും ഒന്നുമില്ല. വിഷ്ണു പറയുക, എന്തായാലും കലാപരിപാടികളൊക്കെ കാണുമല്ലോ, കുറേ നാളത്തെ ചുരുക്കമൊക്കെ ഇങ്ങനെ ഇരിക്കുമല്ലയോ. അപ്പോൾ നീ എൻ്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു അല്ലേടാ? കണ്ണടച്ചിരുന്ന പിന്നെ എന്തിനാ നീ ധ്യാനിക്കുമായിരുന്നോ? അതോ ഇനി കൂട് വിട്ട് കൂടുമാറുന്ന ഈ ഒടിവിദ്യ ഉണ്ടല്ലോ, അത് വല്ലതും നീ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നോ? അയ്യോ എൻ്റെ പൊന്നു മോനെ, അങ്ങനെ വല്ല വശമുണ്ടെങ്കിലേ അങ്ങനൊന്നും ചെയ്തു കളയല്ലേ, ഈ ഞങ്ങളൊക്കെ അങ്ങ് ചുറ്റിപ്പോവും. വിഷ്ണു വിട്ടുകൊടുക്കുവോ? വിഷ്ണു പറയും, നല്ല ഫോമിലാണല്ലോ. പിന്നല്ലാതെ കുറേ നാളുകൊണ്ടിങ്ങനെ വലയിൽ വീഴാതെ ചുറ്റി നടന്ന പേടമാനിയെ വലയിൽ കുടുക്കിയതിൻ്റെ സന്തോഷത്തിലാടാ ഞാൻ. ഇനി അതിനെ തൊലിയോടെ വറക്കണോ അതോ തൊലി ഉരിച്ചിട്ട് വറക്കണോ എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. നമ്മുടെ വിഷ്ണു അത് കേട്ടിട്ട് സടകുടഞ്ഞങ്ങ് എഴുന്നേറ്റ് വന്നിട്ട് ചന്ദ്രബോസിനോട് ചോദിക്കുക, സാറേ ഇത് പേടമാനാണോ സിംഹക്കുട്ടിയാണോ എന്നൊക്കെ വല അഴിച്ച് നോക്കിയിട്ടല്ലേ പറയാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് വേണം തീരുമാനിക്കേണ്ടത് ഈ പിടിച്ചകത്തിട്ടിരിക്കുന്നത് പേടമാനാണോ ഏത് തരത്തിലുള്ളതാണെന്ന്. അത് കേട്ടതും ചന്ദ്രബോസ് സഹിക്കുമോ? എടോ ഈ കൂടൊന്ന് തുറന്നേടോ, ഞാനൊന്ന് നോക്കട്ടെ. ഇനി ഇവൻ്റെ ഈ തൊണ്ട കൊണ്ട് ഒരു പോലീസുകാരനെ ഇവൻ വെല്ലുവിളിക്കാൻ പാടില്ല. ഒന്ന് തുറക്കടോ എന്ന് മറ്റുള്ള പോലീസുകാരോട് പറഞ്ഞ് തുറപ്പിക്കുന്നുണ്ട്. എന്നിട്ട് വിഷ്ണുവിനെ ഇങ്ങോട്ട് പിടിച്ച് വെളിയിലോട്ട് ഇറക്കുവാണ്. ഇങ്ങോട്ട് വാടാ, ഉരുപ്പടി ഉരുക്കാണെന്നറിഞ്ഞതുകൊണ്ട് ഈ കലാപരിപാടിയിൽ കുറച്ച് ഭേദഗതികളൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട്. ഒരു മുൻകരുതൽ എന്നോണം, അതായത് നിന്നെ നാളെ കോടതിയിൽ എത്തിക്കുമ്പോഴേ നിൻ്റെ ദേഹത്തൊരു ചതിവോ പൊട്ടലോ മുറിവോ ഒന്നും ഉണ്ടാകാൻ പാടില്ല.
എന്നിട്ട് ഇത് കണ്ടോടാ എന്നും പറഞ്ഞ് കുറച്ച് ഇളനീരിങ്ങനെ കാണിക്കുവാണ്. എന്നിട്ട് പോലീസുകാരനോട് പറയുന്നു, അതിൽ നിന്ന് മൂത്ത ഒരു ഇളനീരിങ്ങോട്ട് പറിച്ചെടുക്കടാ. എന്നിട്ട് ആ കരിക്ക് വാങ്ങിച്ച് തുണിക്കകത്ത് ചുറ്റിയിട്ട് ചന്ദ്രബോസ് പറയുക, ഈ ആയുർവേദ വിധിപ്രകാരമേ ആന്തരിക അവയവങ്ങൾക്ക് കേടുപറ്റി 6 മാസത്തിനകം ഇഹലോകവാസം വെടിയാനുള്ളൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നിനക്കത് മനസ്സിലായില്ലയോടാ? മനസ്സിലായില്ലെങ്കിൽ ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം. ഈ കരളും ചങ്കും കൂമ്പും ഒക്കെ ഇടിച്ച് പിഴിഞ്ഞ് അവിയൽ പരുവാക്കി 6 മാസത്തേക്ക് പുഴുങ്ങാൻ വെക്കുന്ന പഴയ ഒരു മർദ്ദനമുറയെ അതൊന്ന് പൊടി തട്ടി എടുക്കാമെന്ന് വിചാരിച്ചു. ലോക്കപ്പ് മർദ്ദനം മൂലവാ നീ മരിച്ചതെന്ന് ഒരാളും അറിയില്ല. പിന്നൊരു കാര്യം കൂടെ പറയാം വിഷ്ണു, ഈ ഒരു സംഭവം നീ തന്നെ അങ്ങ് മറന്നു കാണും. അതിനുശേഷമായിരിക്കും ഇതിൻ്റെ ഫലം അറിയാൻ പോകുന്നത്. ചില ജോലികൾക്കുള്ള കാർഡുകളൊക്കെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് വരുമല്ലോ, അതുപോലെ നിനക്ക് വരുന്നത് കാലൻ്റെ അടുത്തു നിന്നായിരിക്കും. പിന്നെന്താ ഇതിലെ വിശേഷമെന്ന് വെച്ചാൽ, മരിച്ച് നീ അങ്ങ് മുകളിൽ ചെന്ന് കഴിയുമ്പോൾ നീ വിചാരിക്കും, എൻ്റെ ഭഗവാനെ എനിക്കൊരു പനി പോലും വന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഞാൻ ഈ മരിച്ചതെന്ന്. അന്നേരം നീ ഓർത്തെടുക്കണം, 6 മാസം മുമ്പ് നിനക്ക് ഞാൻ കാലൻ്റെ വാറണ്ടുമായി വന്ന് നിന്നെ കൊണ്ടുപോയതാണെന്ന്. ഈ ചന്ദ്രബോസിൻ്റെ കഥാപ്രസംഗമൊക്കെ കേട്ടിട്ട് നമ്മുടെ വിഷ്ണുവിന് ഒരു കുലുക്കുമില്ല. വിഷ്ണു നല്ല ചിരിച്ചോണ്ട് പറയുക, എടോ ചന്ദ്രബോസെ, ശത്രു പ്രബലനം തന്നേക്കാൾ ശക്തിമാനാണെന്നോ അറിയുമ്പോൾ ഏതൊരു ഫീരുവും കാണിച്ചു കൂട്ടുന്ന പരാക്രമമായിട്ട് എനിക്കിതിനെയൊക്കെ കാണാൻ പറ്റത്തുള്ളൂ. മാനസികമായും ശാരീരികമായും തളർത്തിയിട്ട് വിജയം അങ്ങോട്ടങ്ങ് ഉറപ്പിക്കുക, ഇതൊക്കെ വെറും ഒരു വില കുറഞ്ഞ പരിപാടിയായിപ്പോയി. ഇതിന് മലയാളത്തിൽ പറയുവാണെങ്കിൽ തന്തക്കുറ്റം എന്ന് പറയും. പെട്ടെന്ന് വിഷ്ണുവിൻ്റെ കോളറെ പിടിച്ചുകൊണ്ട് ചന്ദ്രബോസ് പറയുക, എടാ എൻ്റെ അറപ്പുരയ്ക്കകത്ത് കിടന്നുകൊണ്ട് നീ നിൻ്റെ നാവിട്ടാട്ടുന്നേ ഓർത്തോണം, അതുകൊണ്ട് എന്താടോ കാര്യം എന്ന് പറഞ്ഞ് ചന്ദ്രബോസിനെ പിടിച്ച് കൈയൊരൊറ്റ തള്ളു. എടോ ചന്ദ്രബോസെ, നേർക്ക് നേരെ നിന്ന് കൈവെക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ ആ കൈ കൊണ്ട് എന്ത് പ്രയോജനമാടോ? തൻ്റെ ഈ ചങ്കൂറ്റത്തോടുള്ള നിൽപ്പിന് പോലും ഉണ്ടല്ലോടോ ഒരു ഭയത്തിൻ്റെ ഒരു പിൻബലം. അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ പറയുക, നീ ഈ പോലീസ് യൂണിഫോം ഇട്ടുകൊണ്ട് എന്നോട് മുട്ടാൻ വരല്ലേ? വന്നാൽ നീ തോറ്റുവോ? ദാണ്ട ഈ നിൽക്കുന്ന പോലീസുകാരുടെ മുന്നിൽ നീ നാണം കെടും. ഞാൻ അടിക്കുന്ന ഒരടി പോലും തനിക്ക് തടുക്കാൻ പോലും ആകില്ല, അത്രയ്ക്കായോടാ എന്നും പറഞ്ഞ് വിഷ്ണുവിനെ അടിക്കാൻ പോകുമ്പോൾ വിഷ്ണു ചന്ദ്രബോസിൻ്റെ കൈ പിടിച്ച് ഞേരിച്ചോടിക്കുവാണ്. കൈവിടറാ എന്നൊക്കെ ചന്ദ്രബോസ് പറയുന്നുണ്ട്. നമ്മുടെ വിഷ്ണു പറയാം, എടാ നിന്നോട് ഞാൻ തടുക്കുമെന്ന് പറഞ്ഞാൽ തടുത്തിരിക്കും, അത് മാത്രമല്ല തരേണ്ടത് ഞാൻ തരികയും ചെയ്യും എന്നും പറഞ്ഞ് ചന്ദ്രബോസിൻ്റെ നാവിക്കൊരു തൊഴി കൊടുക്കുന്നുണ്ട്. എടാ പിടിച്ചു കെട്ടടാ ഇവനെ എന്നിങ്ങനെ ചന്ദ്രബോസ് പറയുമ്പോൾ മറ്റുള്ള പോലീസുകാർ പിടിക്കാൻ വരുമ്പോൾ വിഷ്ണു അവരെ തള്ളി മാറ്റിയിട്ട് പറയുന്നു, ഇപ്പം നിനക്ക് മനസ്സിലായില്ലേടാ, ഞാൻ കണ്ണടച്ച് ധ്യാനിക്കുമല്ലായിരുന്നെന്ന്. നിന്നെ നേരിടാനുള്ള ശക്തി ഞാൻ ആവാഹിക്കുമായിരുന്നു, വാടാ ഇങ്ങോട്ട്. എനിക്ക് ഈ ലോക്കപ്പിൽ നിന്ന് വെളിയിൽ പോകണമെന്ന് ഒരാഗ്രഹമില്ല, പക്ഷെ നീയും പോകില്ലടാ. പോലീസുകാരുടെ ദേഹത്തെ കൈവച്ച ഇവനെ പിടിച്ച് കെട്ടടോ എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള പോലീസുകാരെല്ലാം ചേർന്ന് വിഷ്ണുവിൻ്റെ കൈ പുറകോട്ട് പിടിച്ച് വിലങ്ങിടുന്നുണ്ട്. ചന്ദ്രബോസ് എന്നിട്ട് വിഷ്ണുവിനോട് പറയുക, നിന്നോട് ഞാൻ പറഞ്ഞില്ല ആയുർവേദത്തിലെ സുഖ ചികിത്സ 6 മാസം കഴിയുമ്പോൾ മുകളിലോട്ട് വിസ കിട്ടുന്നത്? അതിപ്പോൾ ഇവിടെ തുടങ്ങാൻ പോവാടാ. നിൻ്റെ ശാലിനി മേഡം കുടിയിരിക്കുന്നത് ഈ ചങ്കിനകത്തല്ലയോടാ. എന്നാൽ ആദ്യം ഇത് തന്നെ അങ്ങ് തകർത്തേക്കാം. 1 അല്ലടാ 5 ഇടിയാണ് ഇതിൻ്റെ കോഴ്സ്. വിഷ്ണു പറയുന്നേടാ, നീ ആണാണെങ്കിൽ എൻ്റെ കയ്യിലെ വിലങ്ങൊന്ന് അഴിക്കടാ, എന്നിട്ടടിക്കടാ പന്ന നാറി, അടങ്ങി കിടക്കടാ അവിടെ എന്ന് ചന്ദ്രബോസ് അലറുന്നുണ്ട്. നിനക്ക് ഇരട്ടച്ചങ്കുണ്ടെന്നല്ലേ പറയുന്നത്, എന്നാൽ അതിൻ്റെ പണിവിടെ ഞാൻ ഇന്ന് തീർത്തേക്കാടാ എന്നും പറഞ്ഞ് കരിക്ക് തുണിയിൽ ചുറ്റിവെച്ചതും കൊണ്ട് വിഷ്ണുവിൻ്റെ ചങ്കിനിട്ടിടിക്കുവാണ്. ആ സമയത്ത് വിഷ്ണു എന്ന് അലറിക്കൊണ്ട് സത്യഭാമ ചാടി എഴുന്നേക്കുവാണ്. അടുത്ത് കിടക്കുന്ന രാഘവേട്ടനും പെട്ടെന്നുണർന്ന്, എന്താ ഭാമേ, എന്തു പറ്റി? രാഘവേട്ട, ഞാൻ വിഷ്ണുവിനെക്കുറിച്ച് മോശമായ ഒരു സ്വപ്നം കണ്ടു. ഇനി എന്തൊക്കെ അനിഷ്ടങ്ങളാണോ ഭഗവാനെ സംഭവിക്കാൻ പോകുന്നത്? അത് ഭാമേ, നമ്മൾ കിടക്കുമ്പോഴേ വിഷ്ണുവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടല്ലേ കിടന്നത്, അതുകൊണ്ടായിരിക്കും. രാഘവട്ട, എന്താ അവൻ ഇങ്ങോട്ട് വരാത്തത്? അവൻ എന്തോ ആപത്ത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാനിങ്ങനെ ദുസ്വപ്നം കാണത്തില്ല. ഭാമേ, നീ എന്നാൽ അവൻ്റെ ഫോണിലോട്ടൊന്ന് വിളിച്ചു നോക്ക്, അപ്പോൾ അറിയാമല്ലോ. ശരിയാ രാഘവേട്ട, ഞാൻ ഫോൺ ചെയ്ത് നോക്കാം എന്നും പറഞ്ഞ് സത്യാമ്മ ഫോൺ ചെയ്യുമ്പോൾ വിഷ്ണുവിൻ്റെ ഫോൺ പോലീസ് സ്റ്റേഷനിലെ ടേബിളിൻ്റെ പുറത്തിരിക്കുമായിരുന്നു. അപ്പോഴൊരു പോലീസുകാരൻ വന്ന് എടുക്കുന്നുണ്ട്. എന്താ വിഷ്ണു, നീ ഞങ്ങളെ ഇങ്ങനെ തീ തീറ്റുന്നത്, നീ എവിടാന്ന് എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരൻ പറയുന്നു, ഇത് വിഷ്ണു അല്ല, വിഷ്ണു ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലാണ്. അയ്യോ, എന്ത് പറ്റി എൻ്റെ മോന്? ലോക്കപ്പിലോ? അതെ ലോക്കപ്പിലാണ്, ഞാൻ അവൻ്റെ അമ്മയാ, എനിക്കറിയണം അവനെ എന്തിനാ നിങ്ങൾ അറസ്റ്റ് ചെയ്തതെന്ന്.
ആ പെൺകുട്ടിയുടെ സ്വർണം അവൾ എവിടെയോ വെച്ച് മറന്നതിന് അതിന് എൻ്റെ മകനെ എന്തിനാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ സ്വർണം കണ്ടെത്തണം. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? അതെ, ആ കേസിൻ്റെ കാര്യത്തിനല്ല വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഏത് കേസിൻ്റെ കാര്യത്തിലാണ്? സുബൈറിൻ്റെ മകൾ നൂർജഹാനെ തട്ടിക്കൊണ്ടുപോയ കേസാണ്. ഇനി ഇതിൽ കൂടുതലൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നും പറഞ്ഞാൽ പോലീസുകാരൻ ഫോൺ കട്ട് ചെയ്ത് വെക്കുവാണ്. എന്താ ഫാമേ, എന്ത് കേസിൻ്റെ കാര്യമാണ്? നൂർജഹാനെ തട്ടിക്കൊണ്ട് പോയത് നമ്മുടെ മോനാണെന്ന്. അയ്യോ, ഇത് ചതിയാ ഫാമേ. ആരൊക്കെയോ ചേർന്ന് നമ്മുടെ മോനെ ഇതിനകത്ത് പെടുത്തിയിരിക്കുക. നമുക്കിപ്പം തന്നെ സ്റ്റേഷൻ വരെ ഒന്ന് പോണം ഫാമേ. നൂർജഹാനാണെങ്കിൽ സുബൈറിൻ്റെ മുന്നിൽ നിന്ന് കരയുവാണ്. എനിക്ക് കല്യാണം വേണ്ട ബാപ്പിച്ച്. നമുക്ക് മനസ്സിന് ഇഷ്ടമുള്ളവരോടല്ലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. എനിക്ക് നസീറിക്കെ അങ്ങനെ കാണാൻ പറ്റത്തില്ല. എനിക്കൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ഇനി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കെൻ്റെ മയ്യത്ത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിനും തയ്യാറായി തന്നെ ബാപ്പിച്ച് നിൽക്കുന്നത്. എന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ബാപ്പിച്ച്. ഞാനിനി എന്താ ചെയ്യേണ്ടത്? തളർന്നു കിടക്കുന്ന സുബൈറിൻ്റെ കൈക്ക് പിടിച്ച് കരഞ്ഞുകൊണ്ട് നൂർജഹാൻ ചോദിക്കുവാണ്. എൻ്റെ സങ്കടം ഞാനിനി ആരോടാ ബാപ്പിച്ച് പറയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അബൂബക്കർ അങ്ങോട്ട് വന്നിട്ട് പറയാം, പാതി ചത്ത പോലെ ജീവിക്കുന്ന ഇയാളോട് പറഞ്ഞിട്ട് ഇനി എന്തോ കാര്യമാണ്? ഇവിടെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. എൻ്റെ ശരീരത്തിൽ ജീവൻ ഉള്ളിടത്തോളം കാലം നിൻ്റെ ഇഷ്ടങ്ങളൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. എനിക്കിഷ്ടമില്ലാത്ത കല്യാണം നടത്താൻ നിങ്ങൾ നോക്കിയാൽ ഞാൻ ചത്തുകളെ. എങ്കിൽ അന്തസ്സായിട്ട് ബന്ധുക്കളെയൊക്കെ വിളിച്ചു വരുത്തി പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി നിന്നെ ഞങ്ങൾ അങ്ങ് അടക്കിക്കളയും. റേഷൻ കാർഡിൽ നിന്ന് പേരും വെട്ടും. അത് മാത്രമേ നടക്കത്തുള്ളടി. ഒരാൾ എന്നേക്കുമായിട്ട് അങ്ങ് ഒഴിഞ്ഞു എന്ന് മാത്രമേ ഞങ്ങൾ ചിന്തിക്കത്തുള്ളൂ. നിൻ്റെ ഈ ഭീഷണിയൊന്നും ഈ അബൂബക്കറിൻ്റെ അടുത്ത് വേണ്ട. ഈ നിക്കാഹ് ഞാൻ നിശ്ചയിച്ചുറപ്പിച്ച പോലെ തന്നെ നടത്തും. ബാപ്പിച്ച് കേൾക്കുന്നില്ലയോ? ബാപ്പിച്ചിനെ നൂറിനെയായി പറയുന്നതൊക്കെ. പിന്നെ അയാളിപ്പോൾ ഇവിടെ അങ്ങ് ഉഴുന്ന് മാറിക്കും. അബൂബക്കർ പറയുക, അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ അതാണ്ട് അയാൾ ചെയ്യുന്നുണ്ട്. കരഞ്ഞ് അയാൾ തൻ്റെ തലയണ നനയ്ക്കുന്നുണ്ട്. പറയടി, എൻ്റെ മകൻ നസീർ എവിടെ പോയി എന്നും പറഞ്ഞ് നൂർജഹാൻ്റെ തലമുടിക്ക് അവൻ കുത്തിപ്പിടിക്കുവാണ്. നിന്നെ അവൻ കണ്ടെന്ന് എന്നോട് പറഞ്ഞല്ലോ. ഞാൻ കണ്ടില്ലെന്നല്ലേ പറഞ്ഞത്? ആ സമയത്ത് നമ്മുടെ സുബൈറിൻ്റെ വിരലുകളൊക്കെ അനങ്ങുന്നുണ്ട്. എടോ സുബൈറെ, ഇവളെ കുടിച്ച വെള്ളത്തിന് വിശ്വസിക്കരുത്. ഇവക്കറിയാം നസീർ എങ്ങോട്ടാ പോയതെന്ന്. ഇവളെ പിശാചി പിടിച്ച പെണ്ണാ. എൻ്റെ മകൻ അവിടെ വന്നിട്ട് എങ്ങോട്ടാടി പോയത്? പറയടി എന്നും പറഞ്ഞ് അവൻ വീണ്ടും നൂർജഹാൻ്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കുവാണ്. ആ സമയത്ത് സുബൈറിൻ്റെ വിരലുകളൊക്കെ അനങ്ങുന്നുണ്ടെങ്കിലും സുബൈറിന് എഴുന്നേക്കാൻ പറ്റുന്നില്ല. പക്ഷെ സുബൈദ കണ്ടുകൊണ്ട് ഓടി വന്ന് അബൂബക്കറെ പിടിച്ച് മാറ്റുവാണ്. വിട അവളെ, അവക്കെങ്ങനെ അറിയാം? മാറി നില്ലടി അങ്ങോട്ട്, ഇല്ലെങ്കിൽ നിന്നെ ചവിട്ടി തൊഴിക്കുവടി എന്നും പറ സുബൈദയെ പിടിച്ച് തള്ളുന്നുണ്ട്. അബൂബക്കറുടെ ഈ പ്രവൃത്തി കണ്ടിട്ട് സുബൈദ പറയാ, നിങ്ങൾക്കും നിങ്ങളുടെ മകനും ഭ്രാന്ത. അവനെ കൂട്ടുകാർക്കൊപ്പം എവിടെങ്കിലും പോയതായിരിക്കും. ഇതിനു മുമ്പും അവൻ ഇങ്ങനെയൊക്കെ പോകാറുണ്ടല്ലോ. ലഹരിക്ക് അടിമയായിട്ടുള്ളവരോട് കൂട്ടുകെട്ട് വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവൻ കേട്ടിട്ടുണ്ടോ? നീ മിണ്ടിപ്പോകരുതടി. നീ ഒരുത്തിയാടി ഈ പ്രശ്നങ്ങൾ മുഴുക്കെ ഉണ്ടാക്കിയത്. എൻ്റെ മകൻ നസീർ ഒന്ന് തിരിച്ചു വന്നോട്ടെ. ആ നിമിഷം ഈ കല്യാണം ഞാൻ നടത്തിയിരിക്കും. ഇനി ഇതെങ്ങാണം നീ തടയാൻ വന്നാൽ, നൂർജഹാനെ നോക്കി അബൂബക്കർ പറയുക, നിന്നെയും കൊല്ലും, ഈ തളർന്നു കിടക്കുന്ന നിൻ്റെ ബാപ്പിച്ചിയെയും കൊല്ലും, എല്ലാത്തിനും കൂട്ടുന്ന ഇവളുണ്ടല്ലോ എൻ്റെ ഭാര്യ, ഇവളെയും കൊല്ലും. 3 ശവങ്ങൾ ഇവിടെ വീഴും. എന്നിട്ട് ഞാൻ ഈ വീടിന് തീ വെക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട എന്നും പറഞ്ഞ് അബൂബക്കർ ചാടിക്കുലുങ്ങി അങ്ങ് പോവുകയാണ്. പുന്നാര പെങ്ങളും പൊന്നു മകളും തൻ്റെ ചുറ്റുമിരുന്ന് കരയുന്ന നോക്കിയിട്ട് ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായാവസ്ഥയിൽ കിടക്കുന്ന സുബൈർ കരയുവാണ്. ഈ സമയത്ത് ശാരദാമ്മ ചൂലും വെള്ളമൊക്കെ കൊണ്ടുവന്ന് നസീർ വീണ് തലപൊട്ടിയ ചോര വന്ന കല്ലില്ലേ, അതെല്ലാം തേച്ച് കഴുകി കളയുവാണ്. അത് കണ്ടുകൊണ്ട് ഗോപാലൻ നായർ വന്നിട്ട് പറഞ്ഞ്, ശാരദേ, നീ ഇങ്ങനെ ഏത് സമയത്തും അവിടെ തന്നെ നിൽക്കാതെ. അത് പിന്നെ ഗോപാലേട്ട, ചോരക്കറയുടെ ഒരു ചെറിയ പാടെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം തീർന്നില്ലേ? അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഞാൻ തന്നെ എത്ര പ്രാവശ്യം ഇത് കഴുകി വൃത്തിയാക്കിയതാ. ആരെങ്കിലും കയറി വരുന്നതിന് മുമ്പ് നീ അവിടെ നിന്ന് ഇങ്ങോട്ട് വാ ശാരദേ. ഗോപാലേട്ട, ആ ബോഡി നിങ്ങൾ എവിടെ കൊണ്ട് കളഞ്ഞ്? അതൊക്കെ ചെയ്യേണ്ടതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതല്ല ഗോപാലേട്ട, എനിക്കത് അറിയണം. അവരങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ ശാലിനി അങ്ങോട്ട് വരുന്നുണ്ട്. ശാലിനിയെ കണ്ടതും അവർ വർത്തമാനം അങ്ങ് നിർത്തി. അപ്പോൾ ഫ്രണ്ട്സ്, ശാലിനി വന്ന സ്ഥിതിക്ക് വിഷ്ണുവിനെ എത്രയും പെട്ടെന്ന് പോയി അവിടുന്ന് രക്ഷിക്കും. നസീറിൻ്റെ കേസ് എന്താകും? നൂർജഹാനെയും അനൂപിനെയും ഒന്നിച്ച് ചേർത്ത് വെക്കുമോ എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.